സുഹൃത്തുക്കളെ, ഈ രാഹുൽ ഗാന്ധിക്കെതിരെ സഖാക്കൾ വയനാട്ടിൽ കാണിച്ചിട്ടുള്ള തോന്നിയാസത്തിന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം, നിങ്ങളെ പ്ലേ ചെയ്ത് കാണിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ നാട്ടിൽ ഞാനെപ്പോഴും മതവർഗീയതയ്ക്കെതിരെ ഏറ്റവും രൂക്ഷമായിട്ട് പറയുന്നതാണ്. പക്ഷെ കേരളത്തിനകത്ത് മതതീവ്രവാദത്തിനെതിരെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഞാൻ പറയാറുണ്ട്. അത് ഒരു മതത്തിന്റെ മുഖം നോക്കാതെ പറയാറുണ്ട്, ആരെന്ത് ചെയ്താലും. പക്ഷേ അതിനേക്കാൾ അപകടകരമാണ് രാഷ്ട്രീയ തീവ്രവാദം. കേരളത്തിന് വർഗീയ കലാപങ്ങളിൽ കൊല ചെയ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ കൊല ചെയ്യപ്പെട്ടത് രാഷ്ട്രീയ അക്രമങ്ങളിലാണ്. അതാലോചിച്ച് നോക്കണം. രാഷ്ട്രീയ തീവ്രവാദം എന്ന് പറയുന്നത് എതിർക്കപ്പെടേണ്ടുന്ന ഒന്നാണ്. മത തീവ്രവാദത്തെ പോലെയോ അതിലേറെയോ എതിർക്കപ്പെടേണ്ടുന്ന ഒന്നാണ് രാഷ്ട്രീയ തീവ്രവാദം. രാഷ്ട്രീയം പോലും ഇപ്പോൾ ഒരു മതമായിട്ട് മാറുക. അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കമ്മികളാണ്. സഖാക്കളെന്ന് ഞാൻ പറയുന്നില്ല, സഖാക്കളെന്നൊന്നും വിളിക്കാനുള്ളൊരു യോഗ്യത അവർക്കില്ല. എന്നെപ്പോഴും പല ആൾക്കാരും സഖാവെന്നാണ് വിളിക്കാറുള്ളത്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ എന്തൊക്കെയോ വെറും കാരണഭൂതൻ ഫാൻസ് ആയിട്ടുള്ള വൃത്തികെട്ടവന്മാര് ഓരോന്ന് കാണിച്ചു കൂട്ടുക. ഇപ്പോ ഞാൻ ഈ ദുരന്തം ഉണ്ടായപ്പോൾ തുടക്കത്തിൽ തന്നെ രാഹുൽ ഗാന്ധി വരും അടുത്ത ദിവസം, അദ്ദേഹത്തിന് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കാലാവസ്ഥ മോശമായതുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് നീട്ടി എന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസ് നേതൃത്വമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു പോസ്റ്റ്പോൺ ചെയ്യാനാണ് നോക്കുന്നത്. ഈ സമയത്ത് അവിടെ ചെന്ന് വന്നു കഴിഞ്ഞാൽ ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഉണ്ട്, VVIP ആണ്, രാജ്യത്തിന്റെ ഒപ്പോസിഷൻ ലീഡറാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അവിടുത്തെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തേണ്ടെന്ന് എഴുതിയിട്ട് ലാഗ് ചെയ്ത് പോവുക. ഇവർ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുക മനഃപൂർവ്വം. പക്ഷെ ഇവിടെ കടന്ന് സൈബർ കമ്മികൾ മുഴുവൻ കടന്നിട്ട് പോസ്റ്റ് ഇടുക. സൈബർ കമ്മികൾ, ഞാൻ പറഞ്ഞ സഖാക്കളെന്നവരെ വിളിക്കില്ല, കമ്മ്യൂണിസ്റ്റുകാരെന്ന് വിളിക്കില്ല, സൈബർ കമ്മി. എന്നോട് BJP നേതാവ് AP അബ്ദുള്ളക്കുട്ടി ഒരു വട്ടം പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റുകാർ ആരാ പേരുണ്ടെന്ന് ചോദിച്ചു എന്നോട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്. അതാണ് ഇവരെ അവസ്ഥ. എന്നിട്ട് വയനാട്ടിലെ പ്രധാനമന്ത്രി ഇവിടെ എന്ത് ചോദ്യ? ഇവിടെ പ്രവർത്തനം നടക്കിയ ആൾക്കാരെ കൂടി എടുക്കുകയാണ് വേണ്ടത്, രാഹുൽ ഗാന്ധിയെ കാണുകയാണോ വേണ്ടത്? നിങ്ങൾക്ക് ഞാൻ അപ്പോഴും പറഞ്ഞു, രാഹുൽ ഗാന്ധിയെ പോലെ ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി സംവിധാനമുള്ള ഒരാളോട് വരുമ്പോൾ കുറച്ചു നേരത്തേക്കെങ്കിലും രക്ഷാപ്രവർത്തനങ്ങൾ മന്ദീഭവിക്കപ്പെടും. ഫോക്കസിങ് അവിടെയാവും, മെഷീനറിയുടെ, പോലീസിന്റെ, ബാക്കിയുള്ള സംവിധാനങ്ങളുടെ. പിന്നെ അകമ്പടി വാഹനങ്ങൾ വേണം, സെക്യൂരിറ്റി സംവിധാനങ്ങൾ വേണം. ചുമ്മാ രാഹുൽ ഗാന്ധി പറഞ്ഞതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല, SDG സമ്മതിക്കില്ല. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് മറുപടി പറയണം. അപ്പോൾ അങ്ങനെ വരേണ്ട ഒരാളാ, വരാതിരിക്കാൻ പരമാവധി നോക്കി. പക്ഷെ ഇവന്മാരെ ചൊറിച്ചിൽ വന്നപ്പോൾ വന്നില്ല എന്നുണ്ടെങ്കിൽ സ്ഥലം എമ്പി തിരിഞ്ഞു നോക്കില്ല എന്ന് പറയും. ഗതി കിട്ടുമെന്നതാ. അദ്ദേഹത്തിനോട് വരാൻ മടിയുണ്ടായിട്ടല്ല, ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനെ തടസ്സപ്പെടുത്തരുതെന്നുള്ള മാന്യമായ ചിന്താഗതിയുടെ ഭാഗമായിട്ട് ഞാൻ രാഹുൽ ഗാന്ധിയെ ഇനി നാളെ മേൽപ്പം വിമർശിക്കും. ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് മുലവൂർ, നിന്റെ അപ്പന്റെ കുറച്ച് തെറിയാണ്, മായിമ്പൂവൊക്കെ പിടിച്ചിട്ട് ഒരുത്തൻ ഇവിടെ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. ഇവർക്കിതേ അറിയുള്ളൂ. ഇവർക്ക് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയെ കുറിച്ച് സംസാരിക്കാൻ അറിയില്ല, മാക്സിമം പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കാൻ അറിയില്ല, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ കുറിച്ച് സംസാരിക്കാൻ അറിയില്ല, മൂലധനത്തെക്കുറിച്ച് സംസാരിക്കാൻ അറിയില്ല, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ കുറിച്ച് സംസാരിക്കാൻ അറിയില്ല. ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ കാരണഭൂതൻ ഫാൻസും അപ്പം മാഷും കൂടി പഠിപ്പിച്ചു കൊടുക്കുന്നത് തെറി വിളിക്കാനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതേ അറിയുള്ളൂ. നിങ്ങൾ തെറി വിളിക്കുമ്പോൾ ഞാനും തിരിച്ച് തെറി വിളിക്കുന്നുള്ളത് കേൾക്കണം. അത് നിന്റെയൊക്കെ കാരണഭൂതൻ, എന്റെ കാരണഭൂതന്റെ അപ്പൂപ്പനെ വരെ ഞാൻ വേണമെങ്കിൽ പറയും. എന്നോട് പറയിപ്പിക്കണ്ട. ഇപ്പൊ ഞാൻ കുറച്ച് ഓക്കെ ആയിട്ടിരിക്കുക. ഞാൻ എന്റെ സുഹൃത്തായിട്ട് കുറെ നേരം സംസാരിച്ച് കുറച്ച് മെന്റലി ഓക്കെ ആയിട്ടിരിക്കുക. ഇതാണ് ഇവരെ പരിപാടി. ലെഫ്റ്റ്, എന്ത് ലെഫ്റ്റ്? തെറി വിളിക്കുന്നതാ ലെഫ്റ്റ്. തെറി വിളിക്കുന്ന ലെഫ്റ്റ് എന്നുള്ള നമ്മൾ ആദ്യം കേൾക്കുക. ലെഫ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സാമ്പത്തിക നയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആഡം സ്മിത്തിന്റെ തിയറി ഫോളോ ചെയ്യുന്നത് ഏത്? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, കയ്യൂക്കുള്ളവന്റെ അതിജീവനം എന്ന തിയറിയും എല്ലാവരെയും സമന്മാരായി കാണണം, തുല്യരായിട്ട് കാണണം എന്നുള്ള ഇക്വാലിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള, സമത്വം മുന്നോട്ട് വെച്ചിട്ടുള്ള സാമ്പത്തിക നയവും തമ്മിലുള്ള തർക്കങ്ങളാണ്. ശ്രീകുമാർ തിരുവാമ്പാടി ഒരു മെസ്സേജ് അല്ല ഇതിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് താങ്കൾ കേട്ടില്ല, രാഹുൽ ഗാന്ധിക്ക് ചെളിയിൽ ഇറങ്ങാൻ മടിയാണെന്ന്. ഇവരെ പോലുള്ളവരാണോ? അവളെ ഒന്ന് ആരാ മൈൻഡ് ചെയ്യണേ? ശോഭാ സുരേന്ദ്രൻ ഇമാര് വൃത്തിയോട് പറയുന്നത് ഞാൻ പറയട്ടെ, അത് കമ്മികൾ പറഞ്ഞാലും ഏതവന്മാര് പറഞ്ഞാലും ഞാനെതിരാ. ലീഗുകാർ പറഞ്ഞാലും കോൺഗ്രസ്സുകാർ പറഞ്ഞാലും CPIക്കാർ പറഞ്ഞാലും BJPക്കാർ പറഞ്ഞാലും ഞാൻ എതിരാ. ഇവള് എടുക്കാച്ചരക്ക്, ഇവള് ജാൻസി റാണി ഉണ്ണിയാർച്ച എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുനടക്കുന്നു. ഇവള് പറയണം വിവരമില്ലാത്തൊരു. BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരാൾക്കും താല്പര്യമില്ല. അവരോട് അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർ മുഴുവൻ അവർ വളരെ മോശം സ്ത്രീയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ ഓൾ സെൻസ് ഞാൻ വിശദീകരിക്കുന്നില്ല. അഹങ്കാരിയായിട്ട് നാട്ടുകാർക്ക് അറിയില്ല. കാരണം വെച്ചാൽ
വലിയ പിന്നെ മേക്കപ്പ് ഒന്നും ഇല്ലാതെ സാധാരണക്കാരെ പോലേക്ക് ഇങ്ങനെ വരുന്നു. ഞാൻ അവൾ ഇനി വല്ലാതെ ചലിച്ചു കഴിഞ്ഞാൽ അവൾക്കെതിരെ പിന്നെ അടുത്ത സ്റ്റോറി ചെയ്യും. നാട്ടുകാർക്ക് വിവരമില്ല. അതുകൊണ്ടാണ് ഇവരെ കുറെ എണ്ണത്തിന്റെ ചാണകസംഖ്യകൾ എന്ന് വിളിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവന്മാർക്ക് തലയ്ക്കകത്ത് സാധനമില്ല, ചാണകം മാത്രമുള്ളതെന്ന് പറയുന്നത് ശരിയാ. പഴയ ചാണകം നല്ലതായിരുന്നു. ഇപ്പോഴത്തെ ഇനി ചാണകത്തെക്കുറിച്ചും ഗോമൂത്രത്തെക്കുറിച്ച് അടുത്ത് ഞാൻ പറയാം. വിവരമുള്ള BJPക്കാരും പറയില്ല, വിവരമുള്ള കമ്മ്യൂണിസ്റ്റുകാരും പറയില്ല, വിവരമുള്ള കോൺഗ്രസ്സുകാരും ഇങ്ങനെ പറയില്ല, വിവരമുള്ള ലീഗുകാരും പറയില്ല. പിന്നെ സാധാരണ പ്രവർത്തകർക്കുള്ളത്തരം പോലും പിന്നെ വിവരമില്ലല്ലോ. BJPയുടെ ആൾക്കാർ പ്രവർത്തകരും ഇതിനകത്തുള്ള പിന്നെ ജില്ലാതല ഭാരവാഹികളും സംസ്ഥാനതല ഭാരവാഹികളും ഒരുപാട് ആൾക്കാരായിട്ട് ബന്ധമുള്ളതാണ്. ഇവളുമായിട്ട് അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ പറയണം നാഷണൽ അത്ര ഫ്രോഡ് സ്ത്രീയാന്ന് പറയണേ. CPM-ലെ ചിന്താ ജെറോമിനെ പോലെ, കോൺഗ്രസിലെ പിന്നെ ബിന്ദു കൃഷ്ണനെ പോലെ ഒക്കെയുള്ള സാധനം. കോൺഗ്രസിൽ എനിക്കിഷ്ടമുള്ള സ്ത്രീ എന്ന് പറഞ്ഞാൽ ആ ഷാനിമോൾ ഉസ്മാനാ. ബാക്കിയുള്ളതെല്ലാം കണക്കായിരുന്നു. പിന്നെ അങ്ങനെ ഏതോ ഒന്ന് ഒറ്റപ്പെട്ടത്. BJPയിലേക്ക് സുഷമാ സ്വരാജിനെ ഇഷ്ടമായിരുന്നു. ഇപ്പൊ നിർമ്മല സീതാരാമൻ ഇഷ്ടമാണ്. CPIയുടെ ആനി രാജയെ ഇഷ്ടമാണ് വനിതാ നേതാക്കന്മാരിൽ. CPM-ല് ശൈലജ ടീച്ചർ എനിക്ക് ഇഷ്ടമാണ്. എന്തൊക്കെ പറഞ്ഞാലും വളരെ അവിടെ നോക്കണം എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് തോക്കും ചെയ്തു. പക്ഷെ ശൈലജ ടീച്ചറെ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെയുള്ള കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയുള്ള സ്ഥിതി എന്താ? ആവട്ടെ, വിഷയം ഡൈവേർട്ട് ചെയ്തു പോയി. നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇടുമ്പോഴുള്ള പ്രശ്നം ഞാൻ കമന്റിന്റെ പുറകെ പോയി. യൂട്യൂബിലുള്ളത് കേൾക്കുന്നവർ കരുതുന്നു എനിക്കെന്ത് ഭ്രാന്താന്നായിരുന്നു. അപ്പം ഇതിനകത്തുണ്ട് രാഹുൽ ഗാന്ധി വരാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. രാഹുൽ ഗാന്ധി അവസാനം ഇവരെല്ലാം ചൊറിച്ചിൽ കണ്ടപ്പോൾ സ്ഥലം MP വന്നില്ല, തിരിഞ്ഞു നോക്കിയില്ല, മറ്റേതാ മറിച്ചതാ എന്നൊക്കെ പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി വന്നു. പിന്നെ പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ വന്നിറങ്ങി അവിടെ നിന്ന് പിന്നെ ഇവിടെ എത്തി. മുണ്ടക്കയിലും പിന്നെ പുഞ്ചിരിമട്ടത്തും ചൂരൽമലയിലും ഒക്കെ വന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു. ഒരു ദിവസം സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം വീണ്ടും പിന്നെ ഈ സ്ഥലത്ത് പോയി. അപ്പോൾ പിന്നെ കമ്മികൾക്ക് ഒരു കുരുപൊട്ടൽ. കമ്മികൾക്ക് ഇദ്ദേഹത്തെ വന്നാൽ കുറ്റം, വന്നില്ലെങ്കിലും കുറ്റം എന്നുള്ള മട്ടില്ല. ഇദ്ദേഹത്തെ തടയുകയാണ് കമ്മികൾ. ഞാൻ അതിന്റെ വീഡിയോ കാണിച്ചു തരാം, പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അങ്ങോട്ട് പോയി തടയാൻ എന്താ ചെയ്യുന്നത്? ബാരിക്കേഡിലാണ് പോയി തടയുണ്ട്. എല്ലാവരും തടയും, തടഞ്ഞിട്ടേ പോകുള്ളൂ. നാട്ടിന് പുറത്തറിയാൻ പറ്റില്ല. നിൽക്കണമെങ്കിലും ഒന്നിനോടെ ഇവരെന്തിനും ഒന്ന് കാൽമിട്ടാൻ കേൾക്കാം. എന്ത് കാണാൻ വേണ്ടി നമുക്ക് കാന്താനും വീട്ടിലെ പോകാൻ പാടില്ലല്ലോ. ഈ ഗുണ്ട, ഈ കമ്പി ഗുണ്ട, ഈ പിന്നെ തെമ്മാടി റഫീഖാന്നോ സിദ്ദിഖാന്നോ എന്തൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട്. ഇവിടെ MLA MP ഒന്നും വേണ്ടാന്ന്. എടോ, അവന്റെ പിന്നെ നേതാക്കന്മാര് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജും DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് V വസീഫും കൂടി അവിടെ നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിയപ്പോ ഇവൻ തടഞ്ഞോ? അവരെ ദേഹത്ത് ഒരു തുട്ട് പിന്നെ തരി മണ്ണ് പിന്നെ ചെളി പറഞ്ഞിട്ടുണ്ടോ? മുണ്ടിനെ മടക്കത്ത് വെച്ചിട്ട് അവിടെ നടക്കുക, സുരക്ഷിത സ്ഥലത്ത് നിന്നിട്ട് ബെയിലി പാലത്തിന്റെ മുന്ന് ഫോട്ടോഷൂട്ട് എടുക്കുക. പിന്നെ കോൺഗ്രസ്സുകാര് മൊണ്ണകളായതുകൊണ്ടും അവർക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ട് അവർ പാവങ്ങളായതുകൊണ്ടും പേടിച്ചൂരികളായതുകൊണ്ടും ഇവനൊക്കെ രക്ഷപ്പെട്ടു പോയി.
എടാ കാരണഭൂതൻ അവിടെ വന്നില്ലേ? കാരണഭൂതൻ എന്താ അവിടെ വന്നിട്ട് മാന്ത് തരുന്നത്? ഇവര് വരുന്ന അതിനല്ല, ഏകോപിപ്പിക്കാനാ. കാരണഭൂതനെ ഞാൻ പറയട്ടെ, തിരിച്ച് കാരണഭൂതനെ പിന്നെ കോൺഗ്രസ്സുകാരോ ലീഗ് ആരെങ്കിലും തടയാൻ വന്നു കഴിഞ്ഞാൽ പഞ്ഞിക്കിടില്ലേ? അവിടെ കൈയും കാലും ഒക്കെ അടിച്ചൊടുക്കില്ലേ? ഇവൻ ഈ കോൺഗ്രസ്സുകാർ കുറച്ച് മര്യാദക്കാരായതുകൊണ്ടും യു ഡി എഫ് ഐ കുറച്ച് മര്യാദക്കാരായതുകൊണ്ടാ ലീഗ് കൊണ്ട് അവിടെ മര്യാദക്കാരായതുകൊണ്ട് വെറുതെ വിട്ടതാ. ഈ താടിക്കാരനെയൊക്കെ പിടിച്ചിട്ട് ഇവനൊന്നും അവിടെ ആത്മാർത്ഥത്തോടെ നിൽക്കുന്നത്. ഇവൻ അവിടെ രക്ഷാദൌത്യത്തിന്റെ ഭാഗമാണെങ്കിൽ വോളണ്ടിയർ ആണെങ്കിൽ അവനെ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കണം. അവനെ പോലുള്ള വൃത്തികെട്ടവനെ പുറത്താക്കണം. അവനെ അവിടെ നിൽക്കാൻ സമ്മതിക്കരുത്. അതായത് രാഹുൽ ഗാന്ധി വന്നാൽ കുറ്റം, വന്നില്ലെങ്കിൽ അതും കുറ്റം. അയാളുടെ ഒരു അവസ്ഥ ആലോചിക്കും. മനുഷ്യനല്ലേ? ഞാൻ പറഞ്ഞില്ല, രാഹുൽ ഗാന്ധി ഒരുപാട് വിമർശിക്കാറുണ്ട്, ഇനിയും വിമർശിച്ചേക്കും രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ. പക്ഷെ ഇതൊരു മനുഷ്യനാണ്, മാനസിക സംഘർഷത്തിലാക്കാവും. വരാത്തതിന് ഇരുന്ന് ഇവിടെ നിന്ന് തെറി വിളിക്കുക. വയനാട്ടിലെ പ്രധാനമന്ത്രി ഇവിടെ, മറ്റേതവിടെ, മറിച്ചതവിടെ, സ്വലം എം പി ഇവിടെ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അതിനും കുറ്റം. എന്തിനാ വന്നതെന്ന് ഇവിടെ നിങ്ങളൊന്നും വരേണ്ട ആവശ്യമില്ല. പിന്നെ ഓനാണല്ലോ എല്ലാം നോക്കുക. സഖാക്കൾ, ഈ പിന്നെ സഖാക്കളല്ല, കമ്മികൾ അവര് ശ്രദ്ധിക്കണം. സൈബർ കമ്മികൾ ഇങ്ങനെയുള്ള പിന്നെ ഈ ദുരന്ത മുഖത്ത് പോലും അവരെ ആശ്വസപ്പെടുത്താൻ വന്നതാ. ഇവന് പിന്നെ പിണറായി വിജയൻ ആരെയും തടഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ശരിയാവില്ല. അവൻ ചിലപ്പോൾ ബാക്കിയുണ്ടാവില്ല. മരണസംഖ്യ ഒന്നുകൂടി കൂടും. ദുരന്തത്തിൽപ്പെട്ടതിന് കൂടെ ആ ദുരന്തത്തിന് അനുബന്ധ സംഭവമായിട്ട് അവനെ കൂടി കൊന്നുകളയും. ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി അവിടെ ഉണ്ട്. ഇവനല്ല, ഇവന്റെ പിന്നെ അപ്പൂപ്പന് പിന്നെ വെല്ലുപ്പാക്കൊക്കെ ധൈര്യം ഉണ്ടാവുമോ തടയാൻ? എന്തെങ്കിലും കാര്യങ്ങൾ പോയി ചോദിക്കാൻ കേന്ദ്രമന്ത്രി ഇവിടെ വേണ്ട പറഞ്ഞിട്ട് അവനെ പിന്നെ കഞ്ഞുകാലും ഉണ്ടാവില്ല. പാണക്കാട്ട് ഞങ്ങളവിടെ പോകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ലീഗിന്റെ നേതാക്കന്മാർ ചെല്ലുമ്പോൾ ഓൻ തടയുമോ? തടഞ്ഞാൽ വിവരം അറിയും. കാരണം എന്ന് വെച്ചാൽ അവിടെ പിള്ള 67% മുസ്ലിങ്ങളാണ് അവിടെ ഉള്ളത്. അതിൽ തന്നെ പിന്നെ മൊത്തം ജനസംഖ്യയുടെ 50% മുസ്ലിം ലീഗ് അനുഭാവികളാ. ശരിയാക്കി വിടുവനെ. പിന്നെ ഏതെങ്കിലും പിന്നെ ആ മണ്ണിൽ ചവിട്ടി താത്തി ശരിയാക്കൂലെ? ഇവരൊക്കെ എന്താ വെച്ചാൽ ചാഞ്ഞ് കിടക്കുന്ന മരത്തിലേക്ക് പാഞ്ഞു കയറുക. രാഹുൽ ഗാന്ധി ഒരു പാവം, ഇതൊന്നും പറയാൻ നിൽക്കില്ല. അക്രമത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വഴിയിലേക്ക് രാഹുൽ ഗാന്ധി പോകാറില്ല. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് തോന്നിയ മാസം കാണിക്കുക. എന്തിനാണ് അതിന്റെ ആവശ്യം? ഇപ്പൊ ഞാൻ സൈബർ കമ്മികളുടെ കുറച്ച് പോസ്റ്റുകളെയും കണ്ടു. ഇപ്പൊ രാഹുൽ ഗാന്ധി വന്നാലും ഞാൻ പറയട്ടെ, പിണറായി വന്ന പോലും ആവശ്യമില്ല, രാഹുൽ ഗാന്ധി വന്ന പോലും ആവശ്യമില്ല. പക്ഷെ ഇവർ സമ്മർദ്ദം കൊണ്ടുവരിക. ഇല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് വലിയ ആക്ഷേപവും. അവർ തിരിഞ്ഞു നോക്കിയില്ല. ഇവർക്ക് അത്ര വലിയ കനത്ത സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ളതാ. സുരേഷ് ഗോപി വന്നില്ല എന്നുകൊണ്ട് വലിയ ആക്ഷേപമായിരുന്നു. അതുകൊണ്ട് സുരേഷ് ഗോപി വരിക. ആ വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുക. മോഹൻലാലിന്ന് വന്നു, അപ്പോഴും ഇവർ ചെളിയായില്ല. പിണറായിയുടെ ദേഹത്ത് ചെളിയായോ? വസീഫിന്റെ ദേഹത്ത് ചെളിയായോ? ഇനിയിപ്പം ഇന്നോട്ട് വേണമെങ്കിൽ പുതിയ പിന്നെ അവിടെ ക്യാപ്സുൾ ഇറക്കും. കുറച്ച് ചെളിയെല്ലാം ദേഹത്തൂടെ വാരി തേച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് മണ്ണ് മേടിക്കാൻ പറയും. അവരെ പ്രതിനിധികൾ പറയും കുറച്ച് പിന്നെ ഒരു കൊട്ടയിൽ കുറച്ച് ചെളി വാരിക്കൊണ്ടുവരാൻ പറയും. എന്നിട്ട് അതൊക്കെ ദേഹത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഫോട്ടോ എടുത്തു വരും. സനോജും ഇവനൊക്കെ നാടകം കളിക്കുന്നത്. സച്ചിൻ ദേവ് പോയിട്ട് കാണിച്ച കോപ്രായം കാണിച്ചത് നമുക്കറിയില്ലേ? ഇവിടെ മേയർ ആര്യ രാജേന്ദ്രന്റെ കെട്ടിയോൻ സച്ചിൻ ദേവ് ബാലുശ്ശേരി MLA ശിരൂരിൽ പോയിട്ട് ഫോട്ടോ പിന്നെ വീഡിയോ ഷൂട്ട് നടത്തി. ഞാൻ പലവട്ടം പറഞ്ഞു, അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ചൊട്ടങ്ങി വെക്കാനേ അവർക്ക് പറ്റുള്ളൂ. എവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന് ഞാൻ തീരുമാനിക്കും. എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ ഐ വിൽ കൺക്ലൂഡ് ദിസ് because they have started it and they started to play with me. എനിക്കൊന്നും നോക്കാനില്ല. അന്നേ മേൽപ്പട്ടേക്ക് നോക്കിയാൽ ആകാശം, താഴത്തേക്ക് നോക്കിയാൽ ഭൂമി. എന്റെ നിലപാടുകൾ പറഞ്ഞുകൊണ്ടിരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പോട്ടെ, ഇത് കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പൊ ക്യാമ്പ് മാത്രം സന്ദർശിച്ചാൽ മതി. ക്യാമ്പിൽ സന്ദർശിച്ചു പോയിട്ടുണ്ടെങ്കിൽ സത്യമാണ്, ക്യാമ്പിൽ സന്ദർശിച്ചു പോകാനായിട്ട്. അപ്പം അടുത്ത ദിവസം പിന്നെ ഇവര് പ്രചരണം നടത്തുക. സൈബർ കമ്മികൾ ക്യാമ്പിൽ വന്നുപോയി, ദുരന്തമുഖത്ത് വന്നില്ല. അവിടെ ഈ പിന്നെ ചെളിക്കകത്ത് ഇറങ്ങിയില്ല. ചെളിക്കകത്ത് ഇറങ്ങിയിട്ട് ഇപ്പൊ ശോഭ സുരേന്ദ്രൻ പറഞ്ഞാലും പാനി ചെറ്റത്തറ പറഞ്ഞിട്ടില്ലേ, അവിടുന്നൊരു ക്വാളിറ്റി ഇല്ലാത്ത ചെയ്യാം. BJP നശിപ്പിക്കുന്ന ഇങ്ങനെ കുറെ സാധനങ്ങളാണ് ഇതിനെ വെച്ചിട്ട്. ഒരു സംഘടനയ്ക്കകത്ത് ഫ്രെയിമിനകത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ അല്ല. ഞാൻ അവരെ കുറിച്ച് അടുത്ത സ്റ്റോറി വേറെ ചെയ്യാം. കമ്മികളെ കുറിച്ചാണല്ലോ ഇപ്പൊ പറയണേ. ശോഭ എങ്ങനെ പറഞ്ഞെങ്കിൽ അത് പറഞ്ഞു ഇല്ല എന്നുള്ള എനിക്ക് ഉറപ്പില്ല. പറഞ്ഞു എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ട് ഞാൻ പറയാം. ഇവിടെ പിന്നെ ക്യാമ്പിൽ മാത്രം വന്നു കഴിഞ്ഞാൽ സ്ഥലത്ത് വന്നില്ല എന്ന് പറയും. പിന്നെ കമ്മികൾ പറയണമല്ലോ, കമ്മികൾ തുർക്കിയിൽ ഭൂകമ്പുണ്ടായപ്പോൾ കോടികളുടെ സഹായം കേരള സംസ്ഥാനത്തിന്റെ വക. തുർക്കിയിൽ ഇപ്പൊ എന്ത് സഹായം കിട്ടിയേ? കാരണം കുതം പറ. അതിനുവേണ്ടി പൈസ മാറ്റിവെച്ച പിന്നെ ബാലഗോപാലൻ പറ, അപ്പമാഷ് പറ. തുർക്കിയിൽ ഭൂകമ്പുണ്ടായപ്പോൾ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള നേപ്പാളിൽ ഭൂകമ്പുണ്ടായപ്പം പ്രഖ്യാപിച്ചിട്ടില്ല.
തുർക്കിയിൽ പോകുമ്പോണ്ടായപ്പോ ഇതെന്താ വെച്ചാൽ ഒരു തരം പ്ലീസിങ് അവർക്കറിയാം, കൊടുക്കേണ്ട ആവശ്യമില്ല, കൊടുക്കാൻ കഴിയില്ല ഒരു സ്റ്റേറ്റിന് നേരിട്ട് വേറെ രാജ്യത്തിന്. വെറുതെ ചുമ്മാ ഒരു പ്രഖ്യാപനം അത് കേട്ട് വിശ്വസിച്ചു. ഓ നമ്മുടെ തുർക്കിയെ സഹായിച്ചു, അതുകൊണ്ട് നമ്മൾക്ക് അവരുടെ കൂടെ നിൽക്കാം എന്ന് കരുതുന്നു. ഒരാൾ നിന്നില്ല. ഇവരെ വർഗീയത എവിടെ ലയിച്ചോ? കരീം ഖാ എന്ന് പറഞ്ഞിട്ട് രാഘവേട്ടൻ എന്നുള്ളത് നാട്ടുകാരിട്ട പേരാ, കരീം ഖാ എന്നുള്ളത് ഇവരിട്ട പേരാ, ഇത് സൈബർ ബുദ്ധിജീവികളിട്ട പേരാ. അങ്ങനെ പോസ്റ്റർ അടിച്ചുകൊണ്ട് ഒരാളും കരീം ഖാ എന്ന് വിളിക്കില്ല. ആദ്യം കള്ളമരം എന്നാ പറയണത്, ഇളമരം കൂടിയല്ല, കള്ളമരം എന്നാ പറയണത്. കാണിച്ച എല്ലാ പിള്ളേരും തായ്മ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അപ്പുറത്ത് പിന്നെ കാഫർ പ്രയോഗം നടത്തി. ഇത് ഹിന്ദുക്കളെ വോട്ടുകളെല്ലാം കൂടി കിട്ടുന്നത്. ഹിന്ദുക്കളും വോട്ട് ചെയ്തില്ല, ഈ മുസ്ലിങ്ങളും വോട്ട് ചെയ്തില്ല, ക്രിസ്ത്യാനികളും വോട്ട് ചെയ്തില്ല, മലയാളികൾ ഒന്നടങ്ങി ഈ കമ്മികൾ എടുത്ത് കാരണം പോകുന്നതിനോടുള്ള വെറുപ്പ് കൊണ്ടെടുത്ത് തൂത്തെറിയാൻ വേണ്ടി തീരുമാനിച്ചു. ആരും വോട്ട് ചെയ്തില്ല. ഇവരുടെ പാർട്ടി സഖാക്കളുടെ ബൂത്തുകൾ, അതാണ് CKP പത്മനാഭൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അവരെന്നെ വിലയിരുത്തലാണല്ലോ. ധർമ്മടത്ത് പിന്നെ മട്ടന്നൂരൊക്കെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ചെടുത്ത് 2000 വോട്ട്, 2500 വോട്ട് ഭൂരിപക്ഷത്തിന്. ബാക്കിയുള്ളതെല്ലാം ബേക്കിൽ. ഓരോ ബൂത്തിലും 100 തൊട്ട് 160 വരെയും ആവറേജ് വോട്ടുകൾ എല്ലാ ബൂത്തിലും നഷ്ടപ്പെട്ടു എന്നാണ്. കുത്തിയൊരിച്ചു പോയി. ഈ സാധനം ഇല്ലാണ്ടാകുക. അപ്പോഴാണ് ഈ അഹങ്കാരം. കേട്ടോ, ഇയാൾ പറയേണ്ടത് ഇതിനകത്ത് ഞാൻ രാഹുലിന്റെ പാർട്ടിക്കാരനെ ഞങ്ങൾ വോട്ട് ചെയ്താന്ന് ചുമ്മാ പറയാന്നേ, വെറുതെ പറയാം. രാഹുലിന്റെ പാർട്ടിക്കാരനാണെങ്കിൽ ഞാൻ രാഹുലിന് വോട്ട് ചെയ്തതാണെങ്കിൽ കോൺഗ്രസ്സുകാരനാണെങ്കിൽ ഇങ്ങനെ കാണിക്കില്ല, ഈ അഭ്യാസം കാണിക്കില്ല എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാവില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ പിണറായി വിജയൻ വരുമ്പോ ഇതിലെ തീവ്രമായിട്ട് പ്രതികരിക്കണ്ടേ? നിങ്ങളത് ശരിയായില്ലല്ലോ, നിങ്ങൾ അതിനകത്ത് വരേണ്ട, മുഖ്യമന്ത്രി നിങ്ങൾ വരേണ്ട ആവശ്യമില്ലെന്ന് പറയില്ലേ? ജോർജ് കുര്യന്റെ അടുത്ത് പറയാനൊന്നും ധൈര്യമില്ലല്ലോ. ഇവൻ കമ്മിയാണെങ്കിലും ജോർജ് കുര്യന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വിവരം അറിയുന്നവരെ അവനെ ശരിയാക്കുന്ന പറയാതെ. നാളെ സുരേഷ് ഗോപി ചെല്ലുമ്പോൾ പറയുമോ? പറയില്ല. ഇവരൊക്കെ പോകാതിരുന്നതാ മനഃപൂർവ്വം. ഈ ആക്ഷേപം കൊണ്ടാ. മോഹൻലാൽ എന്ത് ചെയ്തു കൊണ്ട് കുറെ ദിവസമായിട്ടിരുന്നു. മോഹൻലാലിനും മമ്മൂട്ടിക്കൊക്കെ അവിടെ പോയിട്ട് മണ്ണ് വന്നാൻ പറ്റുമോ? കാരണം ആൾക്കാർ പിന്നെ പിണറായി വിജയനും മോഹൻലാലും മമ്മൂട്ടിയും ഈ മേജർ രവിയും പിന്നെ ചാണ്ടി ഉമ്മനും BD സതീശനും രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും ഒക്കെ കൂടെ അവിടെ മണ്ണ് വാന്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു 10,000 പട്ടാളക്കാർ വേണം അവരെ സംരക്ഷിക്കാൻ. പിന്നെ SBG ഉൾപ്പെടെ ഇവിടെ മണ്ണ് വന്നൽ നടക്കുമോ? എന്ത് വിവരക്കേടാണ് ഇവന്മാർ. വിവരമില്ലായ്മയാണ് ഇവരെ ഏറ്റവും വലിയ സാധനം. വിവരമില്ലാത്തതുകൊണ്ടാണല്ലോ കമ്മിയായിട്ട് നിൽക്കുന്നത്. പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ പറയണ്ടേ? അപ്രായോഗികമായ അശാസ്ത്രീയമായ അയുക്തിപരമായിട്ടുള്ള ആശയങ്ങൾ മാത്രം മുന്നോട്ട് വെക്കുന്ന കമ്മികളായിട്ട് ഇവർ മാറിയിട്ടുണ്ട്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബാധ്യതയാണ്, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിക്ക് ബാധ്യതയാണ്. അത് അവർ തിരിച്ചറിഞ്ഞാന്നല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലല്ലോ ഇപ്പോൾ, ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടെങ്കിൽ CPI ഇപ്പം എന്താ വെച്ചാൽ പിന്നെ കാനൻ രാജന്റെ ആത്മാവ് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. പിന്നെ വിശ്വത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? കാനൻ രാജൻ ഇന്നലെ സ്വപ്നത്തിൽ പിന്നെ ആത്മാവ് എന്നോട് സംസാരിച്ചു. സുനീറിനെ പിന്നെ പ്രകാശ് ബാബുവിനെ അല്ല സുനീറിനെ MP ആക്കണമെന്നൊക്കെ പറഞ്ഞു. ഈ അവസ്ഥയിലാണ് ഒരു നിൽക്കുന്നത്. ശ്രേയാംസ് കുമാർ ഗതി കിട്ടാതെ അവിടെ ഇവിടെയൊന്നും അല്ല നിൽക്കുക. ഇങ്ങനെ എല്ലാ പാർട്ടിക്കാരെയും അവസ്ഥ ഒക്കെ തന്നെയാണ്. എന്തായാലും ശരി, ഓക്കെ, വീണ്ടും കാണാം, വണക്കം. ഇതൊക്കെ തെമ്മാടത്തിലാണ് കാണിക്കുന്നത്. അവിടെ വരുന്ന ആളുകൾ വരാൻ ആഗ്രഹിക്കാതിരുന്നപ്പോ മോദി ഇന്നിപ്പോ പ്രചരണം കണ്ടു. നരേന്ദ്രമോദി വന്നില്ല. നരേന്ദ്രമോദി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തെ അവിടുത്തെ വർക്ക് മുഴുവൻ സ്റ്റക്കായി പോവും. ഈ മണ്ണിനടി കിടക്കുന്ന മനുഷ്യരുടെ മൃതദേഹങ്ങൾ അവസാനമായിട്ട് കാണാൻ വേണ്ടിയിട്ടെങ്കിലും എടുക്കുക എന്നുള്ള കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട സ്വത്തുക്കളുടെ ഏതെങ്കിലും അംശങ്ങൾ അവിടെ വീടിനുള്ളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് കിട്ടുക, അവരുടെ റെക്കോർഡുകൾ കിട്ടുകയാണെങ്കിൽ കിട്ടുക. ഇതിനിടയിൽ നരേന്ദ്രമോദിയോട്ട് വരിക പ്രധാനമന്ത്രി. ഇന്ത്യ പോലുള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ. പല രാജ്യങ്ങളുടെയും നോട്ടപ്പുള്ളിയാ അവരുടെ ഇന്റലിജൻസ് ഏജൻസികളുടെ. ചുമ്മാണ്ട് വരാൻ പറ്റുമോ? അമ്മായിന്റെ പേരേക്ക് പിന്നെ ചായ കുടിച്ചാൽ പോണമായി വന്നിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ വന്ന് സുഖം എല്ലാരെയും കണ്ടു ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ അങ്ങനെ വരാൻ പറ്റുമോ? ഇതിന്റെ മൊത്തം ഈ റുട്ടീൻ മുഴുവൻ തകർന്നു പോവില്ലേ? ഒരു ദിവസം ഒരു കാര്യവും നടക്കാതെ ആവില്ലേ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുമ്പോ എത്ര വലിയ സെക്യൂരിറ്റി ഫോഴ്സ് വേണം? ഇതൊന്നും അറിയാതെ എവിടെയെങ്കിലും കിടന്ന് കാണാ കൊണമെന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ചുകൊണ്ടിരിക്കുന്ന കമ്മികൾക്ക് അന്നുണ്ടാക്കി കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഒന്നും നടക്കാത്ത കാര്യമാണ് ഇത്. പിന്നെ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് 1 കിലോ ബുദ്ധി വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത് കൊണ്ടേ കൊടുക്കായിരുന്നു. 1 കിലോ ഓരോ കിറ്റുമാർക്ക് അയച്ചു കൊടുക്കായിരുന്നു, പാഴ്സലായിട്ടെങ്കിലും കൊറിയറായിട്ടെങ്കിലും. ഇതിപ്പോ അങ്ങനെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന സാധനമല്ലോ ബുദ്ധി, കോമൺ സെൻസ് എന്ന് പറയുന്നത്.